നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇവിടെ എല്ലാ കാര്യങ്ങളും റെഡിയാ, ഇനി അവര് വന്നാൽ മാത്രം മതി. പയ്യനും കൂടെ എത്തിയല്ലോ മുത്തശ്ശ. പയ്യനെ സ്വീകരിക്കാൻ ആരെ ഏർപ്പാടാക്കിയത്? ലച്ചുവിന് സഹോദരന്മാരില്ലെങ്കിലും സ്വീകരണം വേണ്ടേ? ഇന്നലെ അതേപറ്റി സംസാരം ഉണ്ടായി. ലച്ചു സ്വന്തം ഏട്ടനെ പോലെ കാണുന്ന ഒരാളുണ്ട്, അവൻ സ്വീകരിച്ചാൽ മതി എന്നാ ലച്ചു എന്നോട് പറഞ്ഞത്. അത് മറ്റാരുമല്ല, ഇവനാ, രാജു. ഇവൻ മംഗലശ്ശേരിയിലെ സർവന്റ് അല്ലേ? അത് ഉത്തമന്റെ കാഴ്ചപ്പാടിന്റെ പ്രശ്ന. എനിക്കിവൻ സ്വന്തം പേരക്കുട്ടിയാ. എന്റെ മക്കളുടെ മകളെ അമ്മ പിറന്നിട്ടില്ലെങ്കിലും അവൾ എനിക്ക് എങ്ങനെയോ കൊച്ചുമകളായി. അതിനു മുന്നേ എനിക്ക് കൊച്ചുമകനായവനാ രാജു. നിങ്ങൾക്ക് വല്ല അപമാനമുണ്ടോ? മുത്തമ്മൻ പറഞ്ഞത് പണിക്കൊരു കാര്യമാക്കണ്ട. ഇവൻ വേണം ഗോവിന്ദനെ സ്വീകരിക്കാൻ. അങ്കിളൊന്ന് വന്നേ. എല്ലാത്തിനും ഞാൻ തന്നെ വേണം. നടക്കങ്ങോട്ട്. എന്താടാ? അറിയാൻ മേല എന്നിട്ട് ചോദിക്കുക, ആരാ തനിക്ക് ഉത്തമൻ പേരിട്ടത്? ഉത്തമനല്ല, അധമനാ നല്ലത്. എന്നാ ശരി അങ്കിളെ, കല്യാണം കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, എന്റെ പെങ്ങടെ ജീവിതം കാണാൻ. എന്താ വരണ്ടേ? സഞ്ജു സ്വാതിയും വരുന്ന കാർ ബ്രിഡ്ജ് കടന്നു അല്ലേ? അതെ മാഡം, എല്ലാവരും തയ്യാറെടുത്ത് നിൽക്കുകയാണ്. മാഡം ഇപ്പോഴൊന്നും പുറത്തു വരരുത്. നമുക്ക് നോക്കാൻ വക്കീല്. രണ്ടും ഇവിടെ എന്റെ കൺമുന്നിൽ വെച്ച് തീരണം. എനിക്കത് ലൈവായിട്ട് കാണണം. അതിനെന്താ? അവർ ക്ഷേത്ര കോമ്പൗണ്ടിൽ കയറരുത്. സഞ്ജു, അവര് രക്ഷയുടെ ആളുകളാണെന്നാ തോന്നുന്നത്. എന്ത് സംഭവിച്ചാലും നീ കാറിൽ നിന്ന് പുറത്തിറങ്ങരുത്. രാജുവിനെ വിളിച്ച് നീ വിവരം പറ. സഞ്ജു, പുറത്തിറങ്ങരുത്. ഇങ്ങോട്ട് ഇറങ്ങണ, രണ്ടിനെ കാറിയിട്ട് കത്തിക്കണോ? ഇറങ്ങണോട്ട്. എന്താടാ കുഴപ്പം? സഞ്ജു, എന്താ ഏട്ടാ പറ. കവിതയുടെ ആളുകള് സഞ്ജു സ്വാതി വന്ന കാറ് തടഞ്ഞു. അവരെ അവിടെ ഇട്ട് തീർക്കാനാ പരിപാടി. കൊള്ളാം, ഇതാണ് അവസരം. നമ്മുടെ ആളുകളോട് കല്യാണ മണ്ഡപത്തിൽ കയറി ലച്ചുവിനെ തീർക്കാൻ പറ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.